നമസ്കാരം. സതേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതേൺ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കും കട്ട്ലറ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇവിടെ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം, ഗ്രീൻ പീസ് എടുക്കാം, അതേപോലെ തന്നെ ബീൻസൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഏകദേശം ഒരു മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങാണ്. പിന്നെ വേണ്ടത് 2 മുട്ട ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയൊരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിത് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ എരിവിന് ഒരു വലിയ പച്ചമുളക് കൊത്തിയരിഞ്ഞ് വെച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്നുകിൽ ഇതുപോലെ പച്ചക്കറികളൊക്കെ വഴറ്റിയെടുക്കുക. ഇപ്പം ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. പക്ഷേ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഇതിൽ വെള്ളം ഒട്ടും പാടില്ല. ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞ് വരണം. സോ നമ്മൾ ഈ എണ്ണയിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ വഴറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നമ്മളിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം വരും. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒന്നുകിൽ കുക്കറിൽ പച്ചക്കറികളൊക്കെ വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ആദ്യം കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വഴറ്റുക. ഞാൻ ചേർക്കുന്നത് ഇതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും കുറച്ച് വെള്ളം മതിയാവും. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിക്കുക. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ സെപ്പറേറ്റായിട്ട് വേകാൻ വയ്ക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും. അതിനുശേഷം നമ്മളതൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക.
യോജിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ വെജിറ്റബിൾസ് കൂടെ ഒന്ന് ഉടച്ചെടുക്കുന്ന പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകിൽ ഓവൽ ഷേപ്പിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോ ഷേപ്പ് ആക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചെണ്ണം ഓവൽ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്, മറ്റതൊക്കെ റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ തിക്നെസ് ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ ഇത് എടുക്കുക. അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ടിയിലൊരു ബാറ്റർ തയ്യാറാക്കുക. അതിന് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മുട്ട ഒഴിവാക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്കൊരു 20-നടുത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മളിനി ഇത് ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ കട്ട്ലറ്റ് നമുക്കിതിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കടായി ചെറിയ കടായിയാണ്, അതുകൊണ്ട് എനിക്ക് കുറേ സമയം 2 കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന കടായി വലുതാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇത് ഇട്ട ഉടനെ നമ്മൾ തിരിച്ചിടാൻ പാടില്ല. അതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിടുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലേക്ക് വീണ് പോവും. അപ്പോൾ എണ്ണ പെട്ടെന്ന് നമ്മൾ കറുത്ത കളറിലായി നമുക്ക് കാണാൻ പറ്റും. കാരണം ആ ബ്രെഡിൻ്റെ ഒക്കെ കരിഞ്ഞു പോയിട്ട് കറുപ്പ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. സോ നമ്മൾ ഇട്ട ഉടനെ അതൊന്ന് തിരിച്ചിടാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. 2 സൈഡിലേക്കും തിരിച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കട്ട്ലറ്റും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം ഈ ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് സോസ് കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. മെനു ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.